ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് UAE വെച്ച് എക്സ്പയറി ആവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാസ്പോർട്ട് പുതുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ പാസ്പോർട്ട് UAE വെച്ച് എക്സ്പയറി ആയി പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് UAE വെച്ച് തന്നെ നമ്മുടെ പാസ്പോർട്ട് റിന്യൂ, അതായത് പുതിയ പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം BLS ഇൻ്റർനാഷണൽ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് BLS ഇൻ്റർനാഷണൽ UAE എന്നുള്ള ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതാണ് BLS ഇൻ്റർനാഷണലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്ഷനാണ് കാണുന്നത്, ഇന്ത്യൻ വിസ സർവീസും ഇന്ത്യൻ പാസ്പോർട്ട് സർവീസും. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സർവീസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൽ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ആദ്യമേ സർവീസ് ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻട്രൽ ലൊക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് സെൻറ്ററാണോ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അബുദാബിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആപ്ലിക്കേഷൻ ടൈപ്പിൻ്റെ അകത്ത് റിന്യൂവൽ ഓഫ് പാസ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതും നമ്മൾ ഏത് ഡേറ്റ് ആണോ നമ്മൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് സ്ലോട്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്യേണ്ടത് നമ്മളുടെ പേരാണ്, അതായത് ഗിവൺ നെയിമും സർനെയിമും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കോൺടാക്റ്റ് നമ്പർ, UAE കോൺടാക്റ്റ് നമ്പറും നമ്മൾ കൊടുക്കണം, ഇന്ത്യൻ കോൺടാക്റ്റ് നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ പാസ്പോർട്ട് നമ്പരും പിന്നെ ആപ്ലിക്കൻ്റ് ഇമെയിലും, നമ്മളുടെ ഇമെയിലാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു OTP നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിലോട്ട് വരും. ആ ഇമെയിലിൽ വന്നിരിക്കുന്ന OTP ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് റെസിപ്റ്റ് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററും ഓൾഡ് പാസ്പോർട്ടും 450 ദിറംസും പിന്നെ നമ്മുടെ എമിറേറ്റ്സ് IDയുമായി നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ആ ലൊക്കേഷനിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന അതേ ടൈമിൽ പോകുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.